സംഭവം നടക്കുന്നത് ഞങ്ങളുടെ നാട്ടിലാണ്, നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലാണ്. കഴിഞ്ഞ ദിവസം അവിടെ യാഹ്യ എന്ന് പറയുന്ന മറ്റൊരു വിഭാഗത്തിലെ CI അദ്ദേഹം നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലെത്തുന്നു. അദ്ദേഹം നല്ല അവസ്ഥയിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും വന്നോളം തന്നെ അദ്ദേഹം പറഞ്ഞത് ഈ ലോക്കപ്പ് കിടക്കാൻ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളാണ് 4 പേരുണ്ട്. അവരെന്താ സംശയകര സാഹചര്യത്തിൽ പോലീസ് പിടികൂടി കൊണ്ടുവന്നവരാണ്, മാരകായുധങ്ങളോട് സഞ്ചരിച്ചിരുന്നവരാണ്. ഇവരെ ഇറക്കി വിടണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ബഹളം വയ്ക്കുകയാണ്. അത് ഇറക്കി വിടുമെന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുക മാത്രമല്ല, ജൂനിയർ മാൻഡ്രേക്ക് സിനിമയിലെ ജഗതിയെ പോലെ ഒരു പായും പിടിച്ചുകൊണ്ട് വന്ന് ലോക്കപ്പിലോട്ട് വിരിച്ചിട്ട് അവിടെ കിടക്കുകയാണ്. വീട് കിടന്നുപോയി, നിൽക്കാൻ പറ്റിയ അവസ്ഥയിലായിരുന്നില്ലെന്നാണ് പറഞ്ഞത് അദ്ദേഹം. ഇയാൾ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലെ ഇൻസ്പെക്ടറാണ്. അപ്പോൾ സ്വന്തമായിട്ട് ഒരു കേസ് അവിടെ സംഭാവന ചെയ്തിട്ടുണ്ട്. ഇയാളുടെ പണി പോകുന്നല്ല, ഇയാൾ സസ്പെൻഷനിലാവും. സംഭവം ഇയാളുടെ അച്ഛൻ്റെ അനിയൻ്റെ മക്കളോ അങ്ങനെങ്ങാണ്ടാണ് ഇതിനകത്ത് പ്രതികൾ. ഈ മാരകായുധങ്ങൾ കൊണ്ട് സഞ്ചരിച്ചിരുന്നത് ഇവരെ ഈ നെടുമങ്ങാട് പോലീസ് രാത്രി റോന്തി വിറ്റുമ്പോൾ സംശയാസ്പദമായ സാഹചര്യത്തിൽ പിടികൂടിയ 4 പേരുണ്ടായിരുന്നു. ഇവരുടെ കയ്യിൽ ഏതാണ്ട് വടിവാളോ സൈക്കിൾ ചെയിനോ അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളുണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്തായാലും ഇത് ഇവരെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ കരുതൽ തടങ്കലിൽ വയ്ക്കുകയാണ് ഇവരെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഇന്നലെ രാവിലെ മുതൽ ഇയാൾ നെടുമങ്ങാട് സ്റ്റേഷനിലോട്ട് വിളിച്ചിട്ട് ഈ SHOയോടും SIയോടും പറയുന്നുണ്ട് അവരെ ഇറക്കി വേണം. അപ്പോൾ SHO സ്ഥലത്തില്ല, അയാൾ എറണാകുളത്തും കണ്ട് കോടതിയുടെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ടു പോയി. അപ്പോൾ SIയും കൂട്ടരേ ഉള്ളായിരുന്നു, അവർ പറഞ്ഞ് പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇയാൾ ഡയറക്റ്റ് അവിടെ ചെന്നിട്ട് ഞാൻ CI ആണ്, എൻ്റെ ബന്ധുക്കളെ ഇറക്കി വിളി സെല്ല് തുറന്ന് ഇയാൾ അതിനകത്ത് കയറി ഇവരൊക്കെ ഒപ്പം കിടക്കുന്നു, ബഹളം വയ്ക്കുന്നു, തെറി വിളിക്കുന്നു, ഭീകരമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥരെ തെറി വിളിക്കുന്നു. എന്നിട്ട് ഇയാൾ അവിടുത്തെ രേഖകളൊക്കെ വലിച്ചു കീറി എറിയുന്നു. അങ്ങനെ പലവിധ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഇവിടെ റൂറൽ SP വിവരം അറിഞ്ഞു, പ്രശാന്തൻ. അപ്പോൾ തന്നെ ഇയാളെ പിടിച്ച് വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കാൻ പറഞ്ഞു. അങ്ങനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി. അപ്പോൾ ഇയാൾ മദ്യപിച്ചിട്ടുണ്ട്. ഒടുവിൽ സ്റ്റേഷനിൽ കയറി അക്രമം നടത്തിയതിന് ഇയാളെ സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് വിട്ടു. പക്ഷേ ഇവിടെ പോലീസ് വലിയ ഒത്തുകളി കളിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിന് പിന്നാലെ ഇവന്മാരെയും പറഞ്ഞു വിട്ടു, ഇറക്കി വിട്ടിട്ട് അവരുടെ പേരിൽ കേസൊന്നും എടുത്തിട്ടില്ല. അവരുടെ കയ്യിലുണ്ടായിരുന്ന മാരകായുധമൊക്കെ ക്രിക്കറ്റ് ബാറ്റ് ആക്കി എന്നൊക്കെ പറഞ്ഞ് ദേശാഭിമാനി വാർത്ത എഴുതിയിട്ടുണ്ട്. വിശ്വസിക്കാൻ പറ്റുകയില്ല. അന്വേഷണം നടത്തുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. DYFI എന്തായാലും അവിടെ മാർച്ചും ഒക്കെ നടത്തുകയുണ്ടായി. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ പറഞ്ഞ പോലീസുകാരൻ അവിടെ ചെന്ന് ബഹളം ഉണ്ടാക്കി ലോക്കപ്പ് വലിച്ചു തുറന്ന് പ്രതികൾക്കൊപ്പം കയറി കിടന്ന പോലീസുകാരൻ അവിടെയുള്ള ഉദ്യോഗസ്ഥരെ മുഴുവൻ ചീത്ത വിളിക്കുകയും ഇതൊക്കെ വലിച്ചു കയറുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് ജാമ്യമില്ലാത്ത വകുപ്പുകാരെ കേസെടുത്ത് അകത്തിടേണ്ടതാണ്. മദ്യലഹരിയിൽ അകത്ത് കയറി ചെന്ന് അത് ഉത്തരവാദിത്തപ്പെട്ട ഒരു പോലീസുകാരൻ, അതായത് അയാളൊരു CI ആണ്. അപ്പോൾ CI ആയിരിക്കുന്ന സമയത്ത് അയാൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് കൃത്യനിർവഹണത്തിലുള്ള ഒരു വീഴ്ചയ്ക്കൊപ്പം തന്നെ സർക്കാർ സർവീസിലുള്ള ഉദ്യോഗസ്ഥരോടുള്ള അവരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുക, അങ്ങനെയുള്ള പരിപാടികളാണ്. ഇപ്പോൾ ഒരു സർക്കാർ സർവീസ് ഉദ്യോഗസ്ഥന് മറ്റൊരു സർക്കാർ സർവീസ് ഉദ്യോഗസ്ഥൻ്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയാലും പൊതുജനത്തിന് കിട്ടുന്ന അതേ എഫക്റ്റ് തന്നെയായിരിക്കണം കിട്ടേണ്ടത്. അത് തന്നെയാണ് കിട്ടേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇയാൾക്കെതിരെ കേസെടുത്ത് ഇയാളെ റിമാൻഡ് ചെയ്യേണ്ടതിന് പകരം ഇയാളെ ഇറക്കി വിടുകയായിരുന്നു. വർഗ്ഗസ്നേഹം പോലീസിന് ഇത്തിരി കൂടുതലാണ്, അറിയാമല്ലോ. അതാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോഴും കേരളം ഭരിക്കുന്നത് പിണറായി വിജയനാണ്. നമുക്കൊരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല, ഒന്നുമില്ല. പിണറായി പോലീസ് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഭരിക്കുന്നത്. കാരണം ആരും മാറ്റിയിട്ടില്ലല്ലോ. ഇല്ല, പ്രധാനപ്പെട്ട തസ്തികകളിൽ ഇരുന്ന് ആരും മാറ്റിയിട്ടുമില്ല. എല്ലാവരും അതേ സ്ഥലത്തിനെ തുടരുന്നു. പിന്നെ വേറെ കുറേ ഉദ്യോഗസ്ഥന്മാർ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. കാരണം ഇലക്ഷൻ പ്രമാണിച്ച് അവരെ തൽക്കാലം സ്ഥലം മാറ്റിയിട്ട് പിന്നെ തിരിച്ചറിവ് മാറ്റം കൊടുത്തിട്ടുമില്ല. അതിപ്പോൾ ഉടനെ മാറ്റം വരുന്നുണ്ടെന്ന് പറയുന്നു. ഒരുപാട് പേരെ അവിടെ ഇവിടെയൊക്കെ ഫിക്സ് ചെയ്ത് വരുന്നേ ഉള്ളൂ. കാരണം ഓരോരുത്തർ ആളാണ്. 3 ഗ്രൂപ്പുകാരുണ്ടല്ലോ, 3 ഗ്രൂപ്പുകാരെ ആളിനെ വെക്കണം. 3 ഗ്രൂപ്പിൻ്റെ ആളിനെ വയ്ക്കണം. പിന്നെ ജാതി മത സംഘടനകളുടെ ആളിനെ വയ്ക്കണം. സ്ഥല MLA MP പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങി ആ നാട്ടിലെ സകല ദിവ്യന്മാരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു. മുതലാളിമാര് അത് ഏറ്റവും പ്രധാനം. നമ്മള് പാവപ്പെട്ട മുതലാളിമാരെ നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ, ആര് ഭരിച്ചാലും മുതലാളിമാർക്ക് വേണ്ടി കള്ളക്കേസ് എടുക്കാൻ വേണ്ട ആൾക്കാരെ പിണറായി വിജയൻ പ്രത്യേകം ഏർപ്പെടുത്തിയിരുന്നു. മുതലാളിമാർക്ക് സ്ഥലങ്ങളുള്ള ഇടങ്ങളിൽ. അങ്ങനെയുള്ളിടത്ത് പരിസ്ഥിതി ലംഘനവും പിന്നെ നീർത്തടം സംരക്ഷണ നിയമത്തിന് വിരുദ്ധമായിട്ടും ഒക്കെ നടത്തുന്ന പ്രവൃത്തികൾക്കെതിരെ എതിർക്കുന്ന പാവപ്പെട്ട നാട്ടുകാരെ പിടികൂടി കള്ളക്കേസ് ചുമത്തി ജയിലിലടയ്ക്കാൻ വേണ്ട അത്രയും വലിയൊരു സന്നാഹത്തോട് കൂടിയിട്ടുള്ള SHOമാരെ അവർക്ക് ആവശ്യമുണ്ട്. അങ്ങനെ ആ മുതലാളിമാർ പറയുന്നവരെ അവരവിടെ വയ്ക്കാറുണ്ട്. അപ്പോൾ അവർ വന്നതും കേൾക്കണം. അപ്പോൾ ഇത്തരം ഒരവസ്ഥയാണ് ഈ കേരളത്തിൽ ഇപ്പോഴും ഉള്ളത്.
പിണറായി വിജയൻ ഭരിക്കുന്ന കാലത്ത് ഇതൊരു അത്ഭുതമായിരുന്നില്ല. കാരണം അന്ന് സ്വാഭാവികം കുത്തഴിഞ്ഞ് കിടക്കായിരുന്നു. നാഥനില്ല കളറിയായിരുന്നു ആഭ്യന്തര വകുപ്പ്. പി ശശിയായിരുന്നു അന്നത്തെ ഭരണം. കേരളം ഭരിച്ചത് പി ശശിയായിരുന്നു. ഒപ്പം MR അജിത്കുമാർ ഉള്ള സമയത്ത് അയാളും ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ചേർന്നുള്ള രാജാവും തിന്നുന്ന മന്ത്രി. അതെ, ഇവർ രണ്ടും ചേർന്നുള്ള ഭരണത്തിനൊടുവിലാണ് ഇമാതിരി ജനങ്ങൾ പ്രതികരിച്ചത്. അതെ, അതുകൊണ്ടാണ് ഈ ജനങ്ങൾ ഈ രീതിയിൽ പ്രതികരിച്ചത്. അപ്പോൾ അങ്ങനെ തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു ഉദ്യോഗസ്ഥൻ, അത് ഒരു SHO അല്ലാതെ അയാൾ സർക്കിൾ ഇൻസ്പെക്ടറാണ്, പിന്നെ യൂണിഫോം ഇല്ലാത്ത വിഭാഗമാണ്. സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ ഉള്ളവർക്ക് യൂണിഫോം ഇടേണ്ട ആവശ്യമില്ല. അവർ വിത്തൗട്ട് യൂണിഫോമാണ് അവർ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അയാളുടെ ബന്ധുക്കൾ, ആ ബന്ധുക്കൾ ഒരുപക്ഷെ അഴിഞ്ഞാടിയത് ഇയാളുടെ ധൈര്യത്തിലായിരിക്കും. അപ്പോൾ മാത്രമല്ല, നേരത്തെ യുവമാർ ഇതുപോലെ പല പ്രവർത്തനങ്ങളും ചെയ്തിട്ടുണ്ടായിരിക്കാം. ആയതുകൊണ്ടെന്ന് പറയുന്നുണ്ട്. യുവമാർ എന്താണ്, യുവമാർക്ക് തീവ്രവാദ ബന്ധമുണ്ടോ, യുവമാർ വല്ല മോഷണ സംഘത്തിൽ പെട്ടാണോ, കവർച്ചക്കാരോ, എന്താണോ നമുക്കറിയില്ലല്ലോ. ഇവർക്കൊക്കെ അന്വേഷിക്കേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ. മാത്രമല്ല, നമ്മുടെ ആഭ്യന്തരത്തെ സംബന്ധിച്ച് അതേ ഇപ്പോൾ തൂഫാൻ നടത്തുന്ന ആളാണ്. ഈ മദ്യപാനം തൂഫാനിൽ പെട്ടത് തന്നെയാണ്. മദ്യം എന്ന് പറയുന്നത് മയക്കുമരുന്നിന്റെ വേറൊരു വിഭാഗമാണെന്നുള്ളത്. തൂഫാനിൽ പെടുത്തണം. തൂഫാൻ വാറിയറാണ് പുള്ളി. കഴിഞ്ഞ ദിവസം പത്തനംതിട്ട കണ്ടില്ല, 3 എണ്ണം അടിച്ചൊക്കെ പിമ്പിരിയായിട്ട് വണ്ടിയെ കൊണ്ട് നാട്ടുകാരെ ഇടിച്ചു കൊല്ലാൻ നോക്കിയിട്ട് ഒരു പാവപ്പെട്ട ഓട്ടോറിക്ഷ ഡ്രൈവർ, മയക്കുമരുന്ന് വിരുദ്ധ സ്ക്വാഡുകാരാണ്. ലഹരി വിരുദ്ധ സ്ക്വാഡുകാരാണ് അവർ. അവസാനം ആ പാവപ്പെട്ട വനിതാ ഓട്ടോ ഡ്രൈവർ അവരെ ഇടിച്ചു കൊല്ലാറായപ്പോൾ അവർ എണീറ്റ് വന്ന് തടഞ്ഞ് ഉമ്മാരെ പിടിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇട്ട് കൊടുത്ത് അവസാനം അത് സസ്പെൻഷനിലായിപ്പോയി. ഏതാണ്ട് അതേപോലെയാണ്. അത് ഒന്നും അല്ലെങ്കിൽ പോലീസുകാരാണെന്ന് പറയാം. ഇത് ഒരു ഉത്തരവാദിത്തപ്പെട്ട CI ആണ്, CI പദവി ഇരിക്കുന്ന ആളാണ്. അപ്പോൾ ഇയാളുടെ തണലിൽ ഈ പറഞ്ഞ അധോലോക സംഘത്തിൽപ്പെട്ടവന്മാർ എന്തെല്ലാം ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. അതെ, അപ്പോൾ ഇയാൾക്ക് ഇതിൽ പങ്കുണ്ടോ? ഇവർ നടത്തുന്ന ഈ അധോലോക പരിപാടികളിൽ ഇയാൾക്ക് പങ്കുണ്ടോ? അല്ലെങ്കിൽ ഇത്രയും സ്നേഹം വരുമോ? ബന്ധുവാണെങ്കിൽ പോലും അയാൾ പറയുന്നതിന് പരിധി ഉണ്ടായിരിക്കുമല്ലോ. ഒന്ന് വിളിച്ച് പറയുന്ന നടക്കില്ലെങ്കിൽ നേരിട്ട് ഇവിടെ ഒന്ന് ലോക്കപ്പ് പറഞ്ഞതിനകത്ത് കൂടെ കയറി ആൾക്കാർ കിടക്കുക എന്നൊക്കെ പറയുമ്പോഴേ അതിലെന്തോ സംശയിക്കേണ്ടതുണ്ട്. ഇയാളെക്കുറിച്ച് കൃത്യമായിട്ട് അന്വേഷിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ എന്തായാലും കേരള പോലീസിന് അവസ്ഥയ്ക്ക് യാതൊരു മാറ്റവും. ഇവിടെ ഒരു ഭരണം ഉണ്ടായതിൻ്റെ യാതൊരു എഫക്റ്റും. ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസ് സേനയായിരുന്ന കേരള പോലീസിനെ ഇമാതിരിയാക്കി തീർത്തത് പിണറായി സർക്കാർ P ശശിയാണ്. കഴിഞ്ഞ 5 വർഷം അജിത്കുമാറും ഈ പരുവത്തിലായി. അതിനു മുമ്പ് ഈ പോലീസ് സേനയിൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. കഴിഞ്ഞ 5 വർഷം കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഒപ്പിച്ചെടുത്തത്. എന്താണെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുക, പിണറായി സർക്കാർ തന്നെയാണ് കേരളം ഭരിക്കുന്ന എഫക്റ്റാണ് ഇപ്പോഴും ഉള്ളത്.